പ്രവാചന പുസ്തകത്തിൽ 43-ാമത് അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യമായിട്ടാണോ ഈ വചനം കേൾക്കുന്നത്? അല്ല, എന്തോരം തവണ കേട്ടതാണ്. ഒറ്റ തവണ കൂടെ ഇന്ന് ഈ ബലിപീഠത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉള്ളിടത്തുനിന്ന് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നു, ഓൺലൈനിൽ ഇരുന്ന് കൂടുന്നു, ഈശോ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് പറയുന്ന കാര്യമാണ്, യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. 4 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പേടിക്കണ്ട, ഭയപ്പെടണ്ട. ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉറപ്പിതാണ്, സകല ഭയങ്ങളെയും ഈശോയുടെ സാന്നിധ്യം എടുത്തു മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കടത്തെ ഓർത്തോ, നിങ്ങളുടെ രോഗത്തെ ഓർത്തോ, നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ കണ്ണുനീരുകളെ ഓർത്തോ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാവട്ടെ, ഈശോ പറയാണ്, ഇന്ന് ഈ മണിക്കൂറിൽ ആദ്യത്തെ വാഗ്ദാനം ഈശോ നിങ്ങളോട് തരികയാണ്, ഭയപ്പെടണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറയുന്ന വചനത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓർക്കണം. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ ഈശോ നിങ്ങളോട്, എന്നോട് പറയാണ്, നീ എന്റേതാണ്. അത് കേൾക്കണം. നിങ്ങൾ മാത്രം കേട്ടാ പോരാ. നിങ്ങളെ സങ്കടപ്പെടുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ പിശാച് ഇപ്പൊ അത് കേൾക്കട്ടെ. നിങ്ങളെ വിഷമിപ്പിച്ച ആ പിശാച് അത് കേൾക്കട്ടെ. ഞാൻ എന്റെ കർത്താവിൻ്റെതാണ്.